ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീട്ടിലെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. കൃത്യം 7:30 മണിയാവുമ്പോഴേക്ക് നിഷുവിൻ്റെ സ്കൂൾ ബസ്സൊക്കെ എത്തും. സോ നമ്മളൊരു 6:30 ആവുമ്പോഴേക്ക് ആളെ പോയിട്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഈ മാന്തി വിളിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എൻ്റെ സൗണ്ട് ഇച്ചിരി ഒന്ന് പൊന്തിയാൽ നമ്മുടെ ഐബുകുട്ടനെ എണീക്കും. നിഷു തന്നെ ഈ ഒരു ടൈമിനോട് സെറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് നേരമൊന്നും വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ അവളെ വിളിച്ചുണർത്തിയതിന് ശേഷം ഞാനിതാ നേരെ കിച്ചണിൽ എത്തിയിട്ട് വേഗം ചോറിനുള്ള വെള്ളമൊക്കെ അങ്ങ് വെച്ച് സെറ്റാക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ വന്നിട്ട് പുട്ടും കടലയാണ്. അപ്പോൾ കടലക്കറി വെക്കാനുള്ള തക്കാളി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. ഇങ്ങനെ വെറും വയറ്റിൽ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഇതുപോലെ മധുരം കഴിക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? എന്താ പറയുക, ഇങ്ങനെ ആരെങ്കിലൊക്കെ അതായത് ഇങ്ങനത്തെ മധുരപ്രേമികളുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നേരെ മറിച്ച് ഈ ഒരു തക്കാളി മാത്രമാണ് ഞാൻ എടുത്തു പോന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ മിൽക്കി ബാറിനെ മൈൻഡ് ചെയ്യാണ്ട് കേട്ടോ, അങ്ങനെയാണ് ഞാനത് എടുത്തു പോന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല. അതെടുത്താൽ മതിയായിരുന്നു കേട്ടോ, അതെടുത്താൽ മതിയായിരുന്നു, അത് കഴിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഒരുപാട് ടെൻഷനൊന്നും എൻ്റെ തലയിലെടുത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം തന്നെ ടെൻഷൻ ഫ്രീ ആക്കാം, മൈൻഡൊക്കെ അങ്ങോട്ട് റിലാക്സ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനതങ്ങോട്ട് എടുത്ത് കഴിച്ച് അങ്ങനെ കടലക്കറിയൊക്കെ അങ്ങ് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ പുട്ടിനുള്ള ആ ഒരു പൊടിയൊക്കെ ഒന്ന് സെറ്റാക്കി മിക്സ് ചെയ്തെടുക്കുവാണ്. ഞാൻ കിച്ചണിൽ കയറി ഒരു 10-15 മിനിറ്റ് അങ്ങോട്ട് കഴിയുമ്പോഴേക്ക് നമ്മുടെ ഐബുട്ടനെ എണീക്കും കേട്ടോ. ഇവിടെ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇതാണ് പതിവ്. അപ്പോൾ ഞാൻ മേൽ പറഞ്ഞ വ്യക്തി നമ്മുടെ കയ്യിൽ കയറി ഇരിപ്പാണ്. ആളെൻ്റെ കയ്യിലുണ്ട് കേട്ടോ നമ്മുടെ ഐബുട്ടന്. പിന്നെ അങ്ങോട്ട് ഒറ്റ കൈയും വെച്ചോണ്ടാണ് ഒട്ടുമിക്ക പണികളും എടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരേ ഒരു ഓർഡർ എന്താന്ന് വെച്ചാൽ കുട്ടിനടങ്ങാറാക്കിയിട്ട് ഒരു പണി ഇവിടെ എടുക്കണ്ട, അവനെ കരയിപ്പിച്ചിട്ട് ഒരു ഫുഡും ഇവിടെ ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയും കേട്ടോ. ഈ പറഞ്ഞ വ്യക്തി ഈ ഒരു ടൈമിലൊക്കെ നല്ല കൂർക്കം വലിച്ച് കിടന്നുറങ്ങുമായിരിക്കും. ഞാനിതാ ഇവിടെ ഒറ്റ കയ്യിൽ ഐബുട്ടനെയും വെച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ സെറ്റാക്കുന്നത്. പിന്നുള്ള സമാധാനം എന്താ വെച്ചാൽ നമുക്ക് അങ്ങോട്ട് ഇടങ്ങാറായിട്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും ഫുഡ് ആക്കണ്ട, നമ്മൾ ആകെ കുറച്ച് പേരല്ലേ ഉള്ളൂ. പുതിയ വീട്ടിലെ പുതിയൊരു ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വ്ളോഗൊക്കെ സെറ്റാക്കണം എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. ഹൗസ് വാമിംഗ് അടക്കം അതിനു മുമ്പുള്ള എല്ലാ വീഡിയോസും പെൻഡിങ് ആയി എടുക്കണത് കൊണ്ട് തന്നെ എൻ്റെ ഗാലറി മൊത്തം ഫുള്ളായിരുന്നു. സോ മെമ്മറി ഫുള്ളായതുകൊണ്ട് തന്നെ എനിക്ക് വേറെ വീഡിയോസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും, അതായത് ആഫ്റ്റർ ഹൗസ് വാമിങ് എനിക്ക് ഒന്നും അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ അപ്ലോഡാക്കി ഓരോന്നായിട്ട് ഡിലീറ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ വീണ്ടും വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ആക്ച്വലി ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു മാസമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ വീണ്ടും നമ്മുടെ ട്രാക്കിലോട്ട് കയറിയത് കേട്ടോ. അതായത് എഡിറ്റിങ്, അതേപോലെ തന്നെ പുതിയ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യൽ, ഇങ്ങനെയൊക്കെ ഓരോന്നായിട്ട്. ഈ ഒരു ഡേ ഇൻ മൈ ലൈഫും അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സജഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ വിധത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്നെ അറിയിക്കുക കേട്ടോ കമൻറ്റ് ബോക്സ് വഴി. സോ ഇൻഷാല്ലാ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വെറൈറ്റി ഒക്കെ പിടിച്ചിട്ട് പുതിയ വീഡിയോസ് കോണ്ടന്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ പുട്ടുണ്ടാക്കലൊക്കെ ഏറെക്കുറെ തീരുമാനമായി തുടങ്ങിയിട്ടുണ്ട്. ആകെ മൊത്തം 2 കുറ്റി പുട്ട് മതി. അത് തന്നെ ഇവിടെ പെൻഡിങ് ആയിട്ട് ഇങ്ങനെ കിടക്കുമായിരിക്കും വൈകുന്നേരം വരെ. ഒരു കുറ്റി ആയ സ്ഥിതിക്ക് ഒന്നും കൂടെ ആവാനുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മുടെ ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതാ റൈസ് കുക്കറിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കുവാണേ. റേഷൻ അരി ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് വേവാനൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്ക് തന്നെ ഇത് സംഭവം സെറ്റായിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് വേറെ ഏത് അരി കഴിച്ചാലും ഈ ഒരു സുഖം കിട്ടത്തില്ല. ഇതും കൂട്ടി ഫുഡ് കഴിച്ചാൽ ചോറ് ഉണ്ട് ആ ഒരു ഫീൽ അങ്ങോട്ട് കിട്ടത്തുള്ളൂ. പുതിയ കത്തി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ പണി കിട്ടുന്നുണ്ട്. നമ്മൾ ക്യാരറ്റ് ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോപ്പറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ്. എന്നാലും നമ്മളൊന്നിങ്ങനെ ചുമ്മാ കട്ട് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കൈയൊക്കെ മുറിഞ്ഞ് കയ്യിന് താലോലിക്കാനുള്ള സമയമൊന്നും രാവിലെ ഉണ്ടാവില്ല. അപ്പോൾ അതൊന്നും മൈൻഡ് ആവില്ല. ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കല്യാണത്തിൻ്റെ മുൻപൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ ഒരു ഇച്ചിരി മുറിവൊക്കെ ആയാൽ എന്തോ വലിയ സംഭവമായിരിക്കും അല്ലേ. ഇപ്പം നമുക്കതൊന്നും മൈൻഡ് ആക്കാൻ പോലും സമയമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ 7:30 ആകുമ്പോഴേക്ക് നിഷുവിൻ്റെ ബസ് വരും. 7:15 ആകുമ്പോഴേക്ക് ആൾക്ക് ഇവിടുന്ന് ഇറങ്ങുകയും വേണം. സോ 7 മണിയാകുമ്പോഴേക്ക് നമ്മുടെ ഫുഡൊക്കെ അങ്ങോട്ട് സെറ്റാവും വേണം. രാവിലെ മൊത്തം എളുപ്പപ്പണിയാണ്. അതാണ് ഈ തേങ്ങയൊക്കെ അങ്ങോട്ട് ചിരവി അതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് വെതറി കൊടുക്കണത് കേട്ടോ. അതൊന്നും അരച്ചൊതുക്കി എടുക്കാനൊന്നും ടൈമില്ല. അപ്പോഴേക്ക് നമ്മുടെ നിഷു യൂണിഫോം ഒക്കെ ഇട്ട് റെഡി ആയി വന്നിരുന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾക്കുള്ളത്
അതൊക്കെ എടുത്തു കൊടുത്തതിന് ശേഷം സ്നാക്സും ലഞ്ചും കൂടി അങ്ങോട്ട് സെറ്റാക്കി എടുക്കുവാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഓറഞ്ചാണ് കൊടുത്തു വിടുന്നത്. പിന്നെ ലഞ്ചിന് ഇതാ ചോറും ക്യാരറ്റ് തോരനും. അങ്ങനെ ഒരുപാട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കണ ആളല്ല. അതും അൽഹംദുലില്ലാ എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ നമ്മുടെ ഈ തിരക്ക് പിടിച്ച സമയത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ വാശി പിടിക്കണ മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ അതും നമുക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ കൂർക്കം വലിച്ചുറങ്ങണ വ്യക്തി ഈ ഒരു സമയമായപ്പോഴേക്ക് എണീറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് ഐബുട്ടനെ നോക്കണ ആ ഒരു ഡ്യൂട്ടി ആൾക്കായിരിക്കും. ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് തീർക്കാനുള്ള ജോലികളെ എനിക്ക് കിച്ചണിലുള്ളൂ കേട്ടോ. ബർക്കത്തോണ്ടാണോ എന്നറിയില്ല, ഈ ഒരു സമയം വരെ ഒരു മഴയും ഒന്നുമില്ലായിരുന്നു. നിഷു സ്കൂൾക്ക് പോകണ ആ ഒരു സമയമാകുമ്പോഴേക്ക് ഇതാ മഴയൊക്കെ എവിടുന്നാ വരുന്നത് എന്നറിയില്ല. ഇവളുടെ റെയിൻകോട്ട് ഓൾറെഡി ഡാമേജ് ആയി കിടക്കുന്നതുകൊണ്ട് തന്നെ പുതിയൊരു റെയിൻകോട്ടൊക്കെ രാവിലെ തന്നെ പോയി വാങ്ങിച്ചു വന്നിട്ടുണ്ട്. അതതിന്റെ ഇതല്ലേ അവിടുത്തെ വെച്ചോളൂ. റെയിൻകോട്ട് ഇട്ടതുകൊണ്ട് തന്നെ ഐബുട്ടനെ ഇവരെ രണ്ടാളെയും മനസ്സിലാവണില്ല. അവനിതാ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിഷു പിന്നെ ഭയങ്കര സ്ലോ ആണ് കേട്ടോ. ഒരുങ്ങലും താങ്ങലും എന്താ പറയുക, നമ്മളിങ്ങനെ പിറകുന്നിങ്ങനെ ഉന്തി 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 കൊണ്ടുപോകണം. പെട്ടെന്ന് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക ബൂസ്റ്റ് ചെയ്ത് ആളെ കൊണ്ടുവരണം. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും എപ്പോഴാണെങ്കിലും കണക്കാണേ. വാലേക്കും അസ്സലാം. ക്യാമറ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാൻ ഈ വീട് നോക്കിയിരിക്കുവാണ് എന്ന്. അതല്ല ഗൈസ്, ഇന്ന് മുറ്റടിച്ചു വാരാനില്ലല്ലോ എന്നുള്ള സന്തോഷത്തിലിരിക്കുവാണേ. നല്ല മഴ, പിന്നെ കാര്യമായിട്ടൊന്നും മുറ്റത്തുണ്ടാവുകയില്ല. കാരണം ഈ ഒരു ബേബി മെറ്റലൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാടൊന്നും പെറുക്കിയെടുക്കാനും അടിച്ചു വാരാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. രാവിലെ എണീറ്റ പാടേ കിടക്കാനുള്ള ഒരു മടിയെ നമ്മുടെ ഐബുകുട്ടനുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾ ഓക്കെയാണ്. പാലൊക്കെ കുടിച്ച് ഒക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അവൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വലിയ ബഹളമൊന്നും ഉണ്ടാക്കാണ്ട് അങ്ങോട്ട് കിടന്നോളും. ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബാക്കി പരിപാടികളൊക്കെ ഓരോന്നായിട്ട് തീരുമാനമാക്കുവാണേ. സീഡി മുള്ളന് ഓൾറെഡി ഇവിടെ ഫ്രിഡ്ജിൽ കൊടുന്ന് വെച്ചതായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ട് വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിഷുവിനെ കൊണ്ടാക്കാൻ പോയ ആളങ്ങോട്ട് തിരിച്ചു വരണം. അപ്പോഴേക്ക് നമ്മുടെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടികളുണ്ടല്ലോ, അതായത് മീനൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക, പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക, തിരുമ്പാനുള്ളതൊക്കെ മെഷീനകത്തോട്ട് ഇടുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് തീരുമാനമാക്കുവേ. നമ്മൾ എത്ര കുറച്ച് ആൾക്കാരുള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കഴുകാൻ നേരത്ത് ഈ പാത്രമൊക്കെ എവിടുന്നാ വരുന്നത് എന്ന് ഒരു പിടിയും കിട്ടത്തില്ല. ഇത് എൻ്റെ പരിയാണ്, എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ഇവിടെ കാട്ടും. ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കണേനാണ് രാവിലെ തന്നെ ഉള്ള ശകാരം കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചു പറയുവാണ്, ഇതെൻ്റെ വീടാണ്, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കാട്ടുമെന്ന്. അപ്പോൾ ആദ്യം എടുത്തു വെച്ച വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് അന്വേഷിക്കുവാണേ. ഈ ഒരു സമയത്തൊന്നും നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ അപ്ലോഡ് ആക്കിയിട്ടില്ലായിരുന്നു. പിന്നെയാണ് ഓരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ആക്കാൻ തുടങ്ങിയത്. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് തിരുമ്പലും ഉണങ്ങലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തുണികളൊക്കെ ഇതവിടെ കൊടുന്നിട്ട് വിരിച്ചിടുവാണ്. ഇത് നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. മറ്റേ സൈഡിലും ഈ ഒരു സൈഡിലും നമുക്ക് വളരെ കുറവാണ് സ്പേസ്. പക്ഷെ നമ്മുടെ ആ ഒരു ഫ്രണ്ടിലായാലും ബാക്കിലായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് ഒക്കെ ഉണ്ട്. ഐബുട്ടൻ ഉണ്ടല്ലോ, രാവിലെ നേരത്തെ കാലത്ത് തന്നെ എണീക്കണതുകൊണ്ട് തന്നെ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്ക് ആളങ്ങോട്ട് ഉറങ്ങും കേട്ടോ. പിന്നെ അങ്ങോട്ട് ഒരു സ്വിച്ച് ഇട്ട പോലെയാണ് ഞാൻ. അതായത് ആൾ എണീക്കുമ്പോഴേക്ക് പണികളൊക്കെ തീർക്കാനുള്ള ശ്രമത്തിലായിരിക്കും. ഇന്നിപ്പോൾ നമ്മൾ ലഞ്ചിന് ഒരുപാട് വിഭവങ്ങളൊന്നും സെറ്റാക്കി എടുക്കണില്ല. നമ്മുടെ തോരൻ ഉണ്ടല്ലോ, അതായത് ക്യാരറ്റ്, അത് ഓൾറെഡി രാവിലെ തന്നെ ആക്കിയ സ്ഥിതിക്ക് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഫിഷ് ഫ്രൈ ആക്കാനും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കറിയും കൂടെ ആക്കിയെടുക്കാനുള്ളൂ കേട്ടോ. ഹൗസ് വാമിങ്ങിന് എൻ്റെ സ്കൂളിൽ നിന്ന് അവിടുത്തെ പ്രിൻസിപ്പളും ടീച്ചേഴ്സൊക്കെ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു എയർ ഫ്രയറ്. അത് കിട്ടിയത് മുതൽക്ക് ഞാൻ കംപ്ലീറ്റ് ഫ്രൈഡ് ഐറ്റംസും ഇതിൽ തന്നെയാണ് സെറ്റ് ചെയ്തെടുക്കാറ്.
ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഹെൽത്തിന് എന്തായാലും നല്ലതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാലും ഈ ഒരു എണ്ണയ്ക്കകത്ത് പൊരിഞ്ഞ മീൻ കഴിച്ച് ശീലമായതുകൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് ആ ഒരു ചുവ അങ്ങോട്ട് കിട്ടണം. അപ്പോൾ ഞാൻ ഫുള്ള് കംപ്ലീറ്റ് മീനും പൊരിച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ എണ്ണ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും കേട്ടോ, നമ്മുടെ അപ്പത്തിരി യൂസ് ചെയ്തിട്ട്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരുപാട് വിഭവങ്ങളൊന്നും സെറ്റ് ചെയ്യണില്ല, ഒരുപാട് ക്വാണ്ടിറ്റിയിലും നമുക്ക് ആവശ്യമില്ല. ലഞ്ച് മാത്രമേ നമ്മൾ സെറ്റ് ആക്കണുള്ളൂ. ഡിന്നറിന് പുറത്തു പോകാമെന്നാണ് നമ്മുടെ പ്ലാന്. വെണ്ടയ്ക്ക് ഇവിടെ കൊടുന്ന് വെച്ചിട്ട് 2-3 ദിവസമായിട്ടുണ്ട്, വാടി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് ഏകദേശം. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെ കയ്യോട് പിടികൂടിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ അതിനെ മൈൻഡ് ആക്കിയിട്ടില്ലായിരുന്നു. ഇന്നിപ്പം നമ്മൾ വെണ്ടയ്ക്ക മുളക് ഇടാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെതാ നമ്മൾ വെണ്ടയ്ക്കൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ ഒരു കത്തി ഉണ്ടല്ലോ, ഒടുക്കത്തെ മൂർച്ചാണെന്ന് വേണമെങ്കിൽ പറയാം, ഭയങ്കര മൂർച്ചാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മൂർച്ചയുണ്ട്. നമ്മളിത് മീഷോന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് യൂസ്ഫുൾ ആയ സ്ഥിതിക്ക് ഇത് ബെറ്റർ ആണെന്ന് തോന്നിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിൻ്റെ റിവ്യൂസൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചോളൂ കേട്ടോ. ഈയിടെയായിട്ട് ഞാൻ എളുപ്പപ്പണികളൊക്കെ അത്യാവശ്യത്തിലധികം പഠിച്ചിട്ടുണ്ട്. ആദ്യമൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഭയങ്കര ആസ്വദിച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കൽ. ഇപ്പോഴും ആസ്വദിക്കലിനൊരു കുറവില്ല കേട്ടോ, അത് വേറെ വിഷയം. എന്നാലും ചെറുതായിട്ടൊക്കെ ഒരു എളുപ്പപ്പണികളൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. കറിക്കുള്ള സംഭവങ്ങളാണ് പെട്ടെന്ന് കറോ എന്ന് പറഞ്ഞിട്ട് ചോപ്പറിലിട്ടിട്ട് അങ്ങോട്ട് സെറ്റ് ആക്കണത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഫിഷിൻ്റെ കാര്യങ്ങളും നോക്കണുണ്ട് കേട്ടോ. അത് ഒരു സൈഡായോ മറ്റേ സൈഡായില്ലേ, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണുണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളൊന്നും ഞാൻ അങ്ങോട്ട് ഡീപ്പായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഫുഡ് കഴിക്കണതായാലും പിന്നെ അങ്ങോട്ട് കാര്യമായിട്ടൊന്നുമില്ല എന്ന് വേണമെങ്കിലും പറയാം. ഐബുട്ടനൊക്കെ അവിടെ കിടന്നുറങ്ങുവാണേ. ലഞ്ച് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ലഞ്ചല്ല, അവൻ്റെ കുറുക്ക്. പിന്നെ അതിനുശേഷം ഞാനിത് ഒരു ആപ്പിളും കട്ട് ചെയ്തുകൊണ്ട് ഇവിടെ കിടക്കും. പിന്നെ അങ്ങോട്ട് ബിഗ് ബോസ് കാണാന്നുള്ളതാണ് എൻ്റെ നെക്സ്റ്റ് ടാസ്ക്. ഏകദേശം ഒരു 4:50 ആകുമ്പോഴേക്കാണ് നമ്മുടെ നിഷു എത്തുക കേട്ടോ. അപ്പോഴേക്കതാ ഞാനും ഐബുട്ടനും കൂടിയിട്ട് അവളെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഈ സിറ്റ് ഔട്ടിൽ അങ്ങോട്ട് വന്നിരിക്കും. കുയ് വാലേക്കും അസ്സലാം. കാണണല്ലോ. സ്കൂള് വിട്ട് വന്ന ഉടനെ തന്നെ കുളിക്കാണ്ട് ഐബുട്ടനെ ഉമ്മ കൊടുക്കണ്ട എടുക്കണ്ടെന്ന് എത്ര പറഞ്ഞാലും നിഷു കേൾക്കൂല കേട്ടോ. ചില പ്രത്യേക ദിവസങ്ങളിൽ ഈവനിങ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ ഞാൻ ഭയങ്കര ഉഷാറായിരിക്കും. എന്നാൽ ചില ദിവസങ്ങളിൽ എനിക്ക് ഒട്ടും തോന്നത്തില്ല. ഇന്നിപ്പോൾ അങ്ങനെ ഒട്ടും തോന്നാത്തൊരു ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇതാ സ്നാക്സ് ഒക്കെ ഇവിടെ പുറത്തുനിന്ന് വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പുതിയ വീടായിരിക്കുമ്പോൾ നമ്മളുടേതായിട്ടുള്ള പുതുപുത്തൻ തീരുമാനങ്ങളും പുതിയ ശീലങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. ഇനി നമ്മൾ അതിനോടൊക്കെ പൊരുത്തപ്പെട്ട് ഒന്ന് സെറ്റായി വരണം. എന്തായാലും ഇപ്പോൾ അൽഹംദുലില്ലാ ഏറെക്കുറെ നമ്മൾ ഒക്കെ ഓക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. പുതിയതായിട്ട് ഐബുട്ടന് ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഞാൻ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ അതെനിക്ക് നിർബന്ധമാണ്. ഈ ചെറുക്കൻ്റെ ഫോട്ടോ കാരണം എൻ്റെ ഗാലറി മൊത്തം നിറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ പുതിയ ശീലങ്ങളിൽ ഒരു ശീലമാണ് ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്നത്. അതായത് മാസത്തിൽ ഒരിക്കലെങ്കിലും പുറത്തു പോകണം എന്നുള്ളത് കേട്ടോ. നമ്മളുണ്ടല്ലോ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ അടഞ്ഞു കൂടിയിരുന്നാൽ അതൊന്നും ശരിയാവത്തില്ല. ഈ ഒരു പണം എന്ന് പറയുന്നത് നമുക്ക് എടുത്തു വെക്കാൻ മാത്രമുള്ള കാര്യമല്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടെങ്കിലും ചെറിയൊരു എൻജോയ്മെൻറ്റെങ്കിലും നമ്മുടെ ലൈഫിൽ വേണ്ടേ. സോ നമുക്ക് പുറത്തൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ച് വരാമെന്നുള്ളൊരു പ്ലാനായിരുന്നു ഇന്ന്. രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി അത് പ്ലാനാക്കി കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് ലഞ്ച് മാത്രം നമ്മൾ സെറ്റാക്കിയത്. ഇതിനർത്ഥം നമ്മൾ ഒട്ടും പുറത്ത് പോവാത്ത ആൾക്കാർ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോലുണ്ട്. എന്നാലും ഇങ്ങനെ നിർബന്ധമായിട്ടും പോകണമെന്നുള്ള ഒരു ഡിസിഷനൊന്നും നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എന്തായാലും ഇങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. എത്ര കാലം ഉണ്ടാവോ എന്തോ അതും വേണമല്ലോ നമ്മൾ പറയാൻ. എന്തായാലും നമ്മളിത് അവിടെ മഞ്ചേരിയിലുള്ള വുഡ് ബൈനിലാണ് എത്തിയിട്ടുള്ളത്. നിഷു പിന്നെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എൻ്റെയും അവളുടെയും മുഖത്തുള്ള ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹാപ്പിനെസ്. എന്തായാലും നമ്മുടെ ഐബുട്ടനെ കണ്ട ഉടനെ തന്നെ അവർ ബേബി ചെയർ ഉണ്ടല്ലോ അതൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ട്.
ഐബുട്ടനെ അതിനകത്ത് ഇരുത്തിയിട്ട് ഇത്താത്താക്കൊരു സമാധാനം ഇല്ല കേട്ടോ. അവൻ വീഴോ എന്താണ് അവളുടെ പേടിയെന്നറിയോ. അങ്ങനെ അവൻ അവിടുന്ന് വാരി വലിച്ചെടുത്തിട്ടുണ്ട്. ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ് ഓർഡർ ആക്കിയിട്ടുണ്ട്. അന്നേരം കുറച്ചു നേരം വെയിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഫുഡിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇവിടെ. വുഡ് ബൈനിൽ ഇതിൻ്റെ മുമ്പും ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിട്ടും ടീച്ചേഴ്സിൻ്റെ കൂടെ ആയിട്ടൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒരേ വൈബാണ്, ഭയങ്കര ടേസ്റ്റാണ്, എല്ലാം നല്ല സെറ്റാണ് കേട്ടോ. ബ്രോസ്റ്റഡ് ചിക്കൻ, തന്തൂരി ചിക്കൻ ആൻഡ് നൂൽ പൊറോട്ട, ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഓർഡർ ആക്കിയിട്ടുള്ളത്. അന്നേരം കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കണം. ആ ഒരു സമയത്ത് ഇവിടെ ഈ ഒരു ആട്ടുതൊട്ടിലൊക്കെ കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്കും നിഷോനും ഭയങ്കര ക്യൂരിയോസിറ്റി, അവനെ അതിലൊന്ന് കിടത്തി ആട്ടി കൊടുക്കണം എന്നുള്ളത്. നമ്മൾ കയറി വരുന്ന ഭാഗത്താണ് ഈ ഒരു സംഭവം ഉള്ളത് കേട്ടോ. ആക്ച്വലി നമ്മൾ ഇരിക്കുന്ന ചെയറിൻ്റെ തൊട്ട് ബാക്കിലായിട്ടും വരും. അപ്പം ഞാൻ അവിടെ തിരിഞ്ഞിരുന്ന് വീഡിയോ എടുക്കുകയാണ്. നിഷോ അപ്പുറത്ത് കൂടെ പോയിട്ട് നമ്മുടെ ഐബുട്ടനെ അവിടെ കിടത്തി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഐബുട്ടന് ആദ്യം കടത്തിയപ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായി തോന്നണേ. പിന്നെ ആൾ ഓക്കെ ആയി വന്നിട്ടുണ്ട്. നിഷുവിന് പിന്നെ ഞാൻ ഓരോന്ന് പറഞ്ഞ് ഇളക്കി മറിക്കുകയാണ് കേട്ടോ. അതിൽ കിടന്നോട്ടെ, നമുക്കങ്ങനെ പരിക്കുവോ, നമ്മുടെ കിടന്നുറങ്ങിക്കോളും കേട്ടോ. പക്ഷേ അല്ലേ, അവിടെ കിടന്നോട്ടെ, നമുക്ക് വീട്ടിൽ പോവാം കേട്ടോ. അങ്ങനെ മൂന്താ സാപ്പി മതി ഒന്ന് നിർത്തിക്ക, ഫോട്ടോ എടുക്കട്ടെ പക്ഷേ. അയ്യപ്പാ, ഐബുട്ടന് പിന്നെ ശരിക്കും ഇത് എൻജോയ് ചെയ്തു കേട്ടോ. ആൾക്ക് കുറേ നേരം ആട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഇഷ്ടമായി തുടങ്ങിയതെന്ന് തോന്നുന്നത്. എന്തായാലും നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് നേരം അവൻ ആട്ടി കളിക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ആളങ്ങോട്ട് എടുത്തു പോന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കണ സമയത്ത് അങ്ങനെ ഒരുപാട് വീഡിയോസൊന്നും എനിക്ക് എന്തായാലും എടുക്കാൻ പറ്റൂല. എന്തായാലും കഴിക്കണതിന് മുമ്പായിട്ട് ഞാൻ കുറച്ചൊക്കെ അങ്ങോട്ട് അവിടെ ഇവിടെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇത്ര തന്നെ എടുക്കാൻ പറ്റിയതിന് അൽഹംദുലില്ലാ. ഏതായാലും കുഴപ്പമില്ല. നമ്മളെ ലൈഫിലെ സന്തോഷമായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, അത് മാത്രമേ ഞാൻ വീഡിയോസിലൂടെയൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ കേട്ടോ. എന്താ പറയുക, ഒരുപാട് കാലത്തെ കണ്ണീരിൻ്റെയും ത്യാഗത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു സന്തോഷം. ലൈഫിലുടനീളം മരണം വരെ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഇതുപോലത്തെ കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോണേന്നുള്ള ഒറ്റ പ്രാർത്ഥന മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പുതിയ കോണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മളെടുത്തുനിന്ന് വേണം. നിങ്ങൾക്കത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഏത് തരത്തിലുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.